ഈ ശബരിമലയിൽ നടത്തിയ ആഗോള അയ്യപ്പ തട്ടിപ്പ് സംഗമത്തിന്റെ പേരിൽ കോടിക്കണക്കിന് രൂപ ആരൊക്കെയോ ചേർന്ന് മുക്കിയിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം എല്ലാവരും, അരിയാഹാരം കഴിക്കുന്ന എല്ലാവരും വിശ്വസിച്ചു കഴിഞ്ഞു. ഇനിയും സംഖ്യാത്മകമായിട്ടുള്ള വ്യത്യാസങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാര്യം. 5 കോടിയാണോ വെട്ടിച്ചത്, 6 കോടിയാണോ, 3 കോടിയാണോ എന്നുള്ളതിൽ മാത്രമേ തർക്കമുള്ളൂ. അല്ല, അത് നമുക്ക് എന്തുകൊണ്ട് എങ്ങനെ അറിയാൻ പറ്റും? ശ്രീ അനിൽ വിളയിൽ, ഇതിപ്പോൾ കൊടുത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇപ്പോഴും പറയുന്നത് ഈ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് പണം ഇത്രയും കൊടുത്തിട്ടില്ല എന്നാണല്ലോ. പക്ഷെ ഓഡിറ്റ് റിപ്പോർട്ട് അതേപടി വെളിയിൽ വന്നാൽ മാത്രമല്ലേ ഇത് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയാൻ പറ്റുകയുള്ളൂ. അല്ല, നമ്മുടെ സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ടിൽ അതില്ല, ആ ഭാഗമില്ല. എത്ര ചെലവായി, എത്ര വരവ് വന്നു, ആ വിവരം അദ്ദേഹം ഇതിൽ പറഞ്ഞിട്ടില്ല. ഞാനും അത് തന്നെയാണ് പറഞ്ഞത്. സംഖ്യാത്മകമായിട്ടുള്ള കാര്യങ്ങളും കൊടുക്കാനുണ്ടോ കൊടുക്കാനില്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ മാറ്റിവെക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു വലിയ ആഗോള തട്ടിപ്പ് ഈ അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ നടന്നു എന്നുള്ള വാസ്തവം എല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞു. നമ്മളൊന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇക്കാര്യത്തിൽ. 4 കൂട്ടരെയാണ് ഈ അയ്യപ്പ ആഗോള സംഗമത്തിന്റെ മറവില് ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും പറ്റിച്ചിട്ടുള്ളത്. ആരെയൊക്കെയാണ്? ഒന്നാമത് അയ്യപ്പ ഭഗവാനെയാണ്. 2 ഈ നാട്ടിലെ അയ്യപ്പ വിശ്വാസികളെയാണ്. 3 ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ്. 4 കേരള നിയമസഭയാണ്. ഈ 4 കൂട്ടരെയും പറ്റിക്കാനുള്ള ആർജവം ഇവർക്കുണ്ട് എങ്കിൽ അത് എന്തുകൊണ്ടാണ് അങ്ങനെ തട്ടിക്കാൻ സാധിച്ചതെന്ന് ചോദിച്ചാൽ ഉത്തരം വളരെ വ്യക്തമാണ്. ഈ ദേവസ്വം ബോർഡ് നടക്കുന്ന, കഴിഞ്ഞ കുറെ ഏറെ കാലമായി നടക്കുന്ന കള്ളങ്ങളുടെയും കൊള്ളകളുടെയും ഒക്കെ കള്ളക്കണക്കുകൾ ഉണ്ടാക്കുന്ന മുരാരി ബാബുവിന്റെ കൂട്ടുള്ള ചില മിടുക്കന്മാരായ ഉദ്യോഗസ്ഥന്മാരാണ് ഈ കള്ളക്കണക്കൊക്കെ ശരിയാക്കി കൊടുക്കുന്നത്. ഈ കണക്ക് ശരിയാക്കാൻ താമസിച്ചതും ഈ കണക്ക് ശരിയാക്കി വന്നപ്പോൾ തെറ്റുപറ്റിയതിന്റെ കാരണം ഈ കള്ളക്കണക്ക് തയ്യാറാക്കേണ്ട പ്രമുഖ വ്യക്തികളെല്ലാം ഈ സമയത്ത് ജയിലിലായി പോയത് കൊണ്ട് തന്നെയാണ്.